ഹലോ നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റ് അറേ ഫിൽ എന്ന മെത്തേഡിനെ കുറിച്ചാണ്. ഇതുപയോഗിച്ച് കൊടുക്കുന്ന വാല്യൂ മാത്രമായി അറേയെ മാറ്റിയെടുക്കും. അതായത് നമ്മൾ ഈ ഫിൽ എന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ അറേയിലേക്ക് ഒരു വാല്യൂ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോഴുള്ള അറേ ആ വാല്യൂവിനേക്കായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതെങ്ങനെ നമുക്ക് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ നമ്മളിവിടെ വന്ന് സ്ക്രിപ്റ്റ് എന്ന് എഴുതി അതിനുശേഷം നമ്മളിവിടെ വന്ന് ഒരു അറേ ക്രിയേറ്റ് ചെയ്യാണ്. അറേൻ്റെ പേര് ARR എന്ന് ചേർത്ത് കൊടുത്തു. ഈക്വൽ ടു ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അറേ ഇൻഡെക്സ് വാല്യൂകൾ ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഞാനൊരു 3 വാല്യൂ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചോയ്സ് ആണ്, നമുക്ക് ഏത് രൂപത്തിൽ എത്ര എണ്ണം വാല്യൂ വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. അറ്റ് ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വെച്ച് ക്ലോസ് ചെയ്തു. ഇനി നമ്മൾ പുതിയൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഈ വേരിയബിളിന്റെ പേര് നമ്മൾ റിസൾട്ട് എന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈക്വൽ ടു അറേന്റെ പേര് നമ്മൾ ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഫിൽ, അതായത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വന്ന് ഫിൽ എന്ന മെത്തേഡ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഇനി ഏത് വാല്യൂ ആണോ നമുക്ക് ഫില്ല് ചെയ്യേണ്ടത് ആ വാല്യൂ നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഞാൻ ആ ഫില്ല് ചെയ്യേണ്ട വാല്യൂ മഞ്ജു എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം സ്റ്റേറ്റ്മെന്റ് ഇവിടെ വെച്ച് ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് ഈ അറേനെ നമുക്കൊന്ന് പ്രിന്റ് ചെയ്യിപ്പിക്കാം. പ്രിന്റ് ചെയ്യാൻ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് ഇട്ടതിന് ശേഷം നമുക്ക് ഈ റിസൾട്ട് എന്ന അറേനെ നമുക്ക് ഒന്ന് പ്രിന്റ് ചെയ്യിപ്പിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ആദ്യം തന്നെ നമുക്ക് അറേനെ ഒന്ന് നമുക്ക് പ്രിന്റ് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ ഈ അറേ പ്രിന്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ വന്ന് പിന്നീട് അറേൻ്റെ ഉള്ളിലത്തെ വാല്യൂസുകളൊക്കെ നമ്മൾ എന്താണോ കൊടുത്തത് ആ വാല്യൂവിലേക്കായിട്ട് കൺവേർട്ട് ചെയ്ത് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ മുകളിൽ കൊടുത്ത അറേൻ്റെ ഇൻഡെക്സ് ഒക്കെ മാറി നമ്മൾ രണ്ടാമത് ഫിൽ എന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് വാല്യൂ ആണ് ചേർത്ത് കൊടുത്തത് ആ വാല്യൂവിലേക്കായിട്ട് നമ്മൾ അറേൻ്റെ ഉള്ളിലത്തെ വാല്യൂസുകളൊക്കെ മാറിയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു പൊസിഷനിലെ വാല്യൂ നമുക്ക് വേണ്ട, ഒഴിവാക്കിയിട്ട് പ്രിന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റി കൊടുക്കുക. ഇവിടെ കോമ ഇട്ടതിന് ശേഷം ഞാൻ 1 എന്ന് ചേർത്ത് കൊടുത്താൽ അതിൽ ഒന്നാമത്തെ വാല്യൂ മാത്രം ഒഴിവാക്കി ബാക്കിയുള്ള വാല്യൂസുകളൊക്കെ ഈ രൂപത്തിലായിട്ട് വന്നിട്ടുണ്ടാവും. ഇങ്ങനെ നമുക്ക് ഇവിടെ ഒരു സെപ്പറേറ്റ് ഒരു വാല്യൂ കൊടുക്കുകയാണെങ്കിൽ ആ വാല്യൂവിനെ മാത്രം നമുക്ക് ഒഴിവാക്കി ബാക്കിയുള്ള വാല്യൂസുകളൊക്കെ നമുക്ക് ഇതിലേക്കായിട്ട് കൺവേർട്ട് ചെയ്ത് വന്നതായിട്ട് കാണാം. ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് അടുത്തൊരു അറേ മെത്തേഡിനെ കുറിച്ച് കൂടി നോക്കാം. ഇത് ഞാൻ അടുത്തതായി പറയാൻ പോകുന്നത് അറേ ഫ്രം എന്നൊരു മെത്തേഡിനെ കുറിച്ചാണ്. അതായത് കൊടുക്കുന്ന വാല്യൂവിനെ നമുക്ക് മുഴുവനായിട്ടും അറേ ആക്കി മാറ്റാൻ വേണ്ടിയാണ്. അതായത് എന്തെങ്കിലും ഒരു വാല്യൂ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിനെ അടിസ്ഥാനമാക്കി ഒരു പുതിയ അറേ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ഫ്രം എന്ന മെത്തേഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. സ്ക്രിപ്റ്റ് എന്ന് എഴുതി അതിനുശേഷം നമ്മളിവിടെ വന്ന് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഓക്കെ, ഇതിനുള്ളിൽ അറേ എന്ന് ചേർത്ത് കൊടുത്തു. ഈക്വൽ ടു ഇവിടെ വന്ന് നമ്മൾ അറേ എന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ വന്ന് ഫ്രം എന്നും ചേർത്ത് കൊടുത്തു. എന്നിട്ട് എന്തിൻ്റെ വാല്യൂ ആണോ നമുക്ക്, ഏത് വാല്യൂ ആണോ നമുക്ക് അറേയിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് ആ വാല്യൂ നമുക്ക് ഇവിടെ ചേർത്ത് കൊടുക്കുക. ഞാൻ ഈ രൂപത്തിൽ ചേർത്ത് കൊടുത്തു. ഇനി ഇവിടെ വന്ന് സ്റ്റേറ്റ്മെന്റ് വെച്ച് ക്ലോസ് ചെയ്തു. ഇനി നമുക്കിതൊന്ന് പ്രിന്റ് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ പ്രിന്റ് ചെയ്യാൻ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് ഇട്ടതിന് ശേഷം നമ്മൾ അറേൻ്റെ പേരെന്താണെങ്കിൽ അത് ചേർത്ത് കൊടുത്തു. ഇനി ഇത് പ്രിന്റ് ചെയ്യിക്കുമ്പോൾ നമ്മൾ ആ കൊടുത്ത വാല്യൂസിനെ മൊത്തം ഓരോ അറേ വാല്യൂ ആയിട്ട്, അതായത് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കൊടുത്ത വേർഡ് മുഴുവനായിട്ട് നമുക്ക് ഓരോന്നോരോ കോമ ഇട്ടിട്ട് അത് അറേ വാല്യൂ ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്ത് തന്നിട്ടുണ്ടാവും. ഒരു അറേയിലേക്കായിട്ട് നമുക്ക് അതിനെ കൺവേർട്ട് ചെയ്ത് പ്രിന്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഫ്രം എന്ന മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഇതേ രൂപത്തിൽ തന്നെ അടുത്തൊരു മെത്തേഡാണ് അറേയിൽ വരുന്ന ഒരു മെത്തേഡാണ് ഫിൽട്ടർ. ഫിൽട്ടർ എന്ന മെത്തേഡ് എന്തിനാണ് ഉപയോഗിക്കണമെന്ന് വെച്ചാൽ കൊടുക്കുന്ന കണ്ടീഷൻ അനുസരിച്ച് അറേയെ മാറ്റിയെടുക്കാൻ വേണ്ടിയാണ്. നമ്മൾ എന്താണോ കണ്ടീഷൻ കൊടുക്കുന്നത് അതിനെ അടിസ്ഥാനമാക്കി അറേയെ മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് അറേ ഫിൽട്ടർ എന്ന മെത്തേഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. സാധാരണ നമ്മൾ ചെയ്യുന്ന രൂപത്തിൽ തന്നെ സ്ക്രിപ്റ്റ് എന്ന് എഴുതി അതിനുശേഷം നമ്മളിവിടെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് അറേൻ്റെ പേര് ഞാൻ മാർക്സ് എന്നാണ് കൊടുക്കുന്നത്. ഈക്വൽ ടു ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് മാർക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യത്തെ മാർക്ക് 50 എന്നും രണ്ടാമത്തെ മാർക്ക് 40 എന്നും ആദ്യത്തെ മാർക്ക് 50 എന്നും രണ്ടാമത്തെ മാർക്ക് 40 എന്നും മൂന്നാമത്തെ മാർക്ക് നമുക്ക് ഇവിടെ വന്ന് 30 എന്നും അതേപോലെ അടുത്ത മാർക്ക് നമുക്ക് 45 എന്നും അതേപോലെ അടുത്ത മാർക്ക് നമുക്ക് 37 എന്നും ഈ മാർക്ക് ഞാൻ 20 ആക്കി മാറ്റുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇതിലേക്ക് കുറച്ച് മാർക്കുകൾ ആഡ് ചെയ്ത് കൊടുത്തു.
ഓക്കെ, ഇവിടെ വന്ന് അറ്റ് ലാസ്റ്റ് ഇതിനെ സ്റ്റേറ്റ്മെന്റ് വെച്ച് ക്ലോസ് ചെയ്തു. ഇവിടെ നമ്മളൊരു ഫംഗ്ഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഫംഗ്ഷൻ എന്ന് എഴുതി അതിനുശേഷം ഫംഗ്ഷന്റെ പേര് നമ്മൾ ചെക്ക് എന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വാല്യൂ എന്നൊരു പാരാമീറ്ററും ചേർത്ത് കൊടുത്തു. ഇനി ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വാല്യൂ റിട്ടേൺ ചെയ്യുന്നത് വാല്യൂ എന്നുള്ളത് നമുക്ക് ഗ്രേറ്റർ ദാൻ 30ന്റെ മുകളിൽ വരുന്ന വാല്യൂസ് മാത്രം നമുക്ക് അറേയിൽ ഡിസ്പ്ലേ ചെയ്ത് കൊടുത്താൽ മതി. അതുകൊണ്ടാണ് ഗ്രേറ്റർ ദാൻ 30 എന്നിട്ടുള്ളത്. സ്റ്റേറ്റ്മെന്റ് വെച്ച് ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് പ്രിന്റ് ചെയ്യേണ്ട മെത്തേഡാണ് ചേർത്ത് കൊടുക്കുന്നത്. ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് ഇട്ടതിന് ശേഷം നമുക്ക് മാർക്സ്, നമ്മൾ അറേന്റെ പേരാണ് മാർക്സ്, എന്നിട്ട് ഇവിടെ വന്ന് ഫിൽട്ടർ എന്നൊരു മെത്തേഡ് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് അറേ നമ്മളെ ഏതാണോ നമ്മുടെ ഫംഗ്ഷന്റെ പേരെന്താണെങ്കിൽ അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ചെക്ക് എന്ന് ചേർത്ത് കൊടുത്തു. സ്റ്റേറ്റ്മെന്റ് വെച്ച് ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത് പ്രിന്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ 20 എന്നുള്ള വാല്യൂസ് ഒഴികെ ബാക്കിയെല്ലാം വന്നിട്ടുണ്ടാകും. കാരണം 20 എന്ന വാല്യൂ മാത്രം എന്തിന്റെ താഴെയാണ്, നമ്മൾ കൊടുത്ത കണ്ടീഷന്റെ താഴെയാണ്. ഇനി ഇത് നേരെ ലെസ് ദാൻ ആണ് നമ്മളിവിടെ കൊടുക്കുന്നതെങ്കിൽ 30ന്റെ താഴെ വരുന്ന വാല്യൂസ് മാത്രമായിട്ട് നമുക്ക് ഇവിടെ കാണിച്ചു തരും. അപ്പോൾ 30ന്റെ വാല്യൂ താഴെ വരുന്ന വാല്യൂ അറേന്റെ ഉള്ളിൽ ഏത് മാത്രമേ ഉള്ളൂ, 20 എന്ന വാല്യൂ മാത്രമാണ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് അറേന്റെ ഉള്ളിൽ നിന്ന് ഒരു വാല്യൂ ഫിൽട്ടർ തിരഞ്ഞെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ അറേ ഫിൽട്ടർ എന്ന മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഇതേ രൂപത്തിൽ തന്നെ വരുന്ന ഒരു മറ്റൊരു മെത്തേഡാണ് ജാവാസ്ക്രിപ്റ്റ് അറേ ഫൈൻഡ് എന്ന മെത്തേഡ്. കൊടുക്കുന്ന കണ്ടീഷന്റെ ഏറ്റവും അടുത്ത് വരുന്ന വാല്യൂ പ്രിന്റ് ചെയ്യാൻ നമ്മളൊരു കണ്ടീഷൻ കൊടുക്കുകയാണെങ്കിൽ അതിന് അടുത്ത് വരുന്ന വാല്യൂ ഏതാണോ അത് നമുക്ക് തിരഞ്ഞ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഫൈൻഡ് എന്ന മെത്തേഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ അറേ ഇതിൽ വെച്ചിട്ട് തന്നെ നമുക്കത് ചെയ്തു നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു അറേ ക്രിയേറ്റ് ചെയ്തു. ഇനി പുതിയൊരു അറേ കൂടി നമ്മളിവിടെ വന്ന് റിസൾട്ട് എന്നൊരു പുതിയ ഒരു വേരിയബിൾ കൂടി ക്രിയേറ്റ് ചെയ്തു. ഈക്വൽ ടു നമ്മൾ കൊടുത്ത അറേന്റെ പേര് മാർക്സ് എന്ന് ചേർത്ത് കൊടുത്തു. ഇത് നമ്മൾ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി ഫൈൻഡ് എന്ന മെത്തേഡും നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഇനി ഇതിൻ്റെ ഉള്ളിൽ എക്സ് ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ, അതിനുശേഷം എക്സ് ഇട്ടു. അതിനുശേഷം ഗ്രേറ്റർ ദാൻ നമ്മളിവിടെ കൊടുക്കുന്നത് 30 എന്നാണ്. 30ന്റെ അടുത്ത് വരുന്ന വാല്യൂ ആയിരിക്കും നമുക്കിവിടെ വന്ന് പ്രിന്റ് ചെയ്ത് വരിക. ഇനി ഇവിടെ വന്ന് സ്റ്റേറ്റ്മെന്റ് വെച്ച് ക്ലോസ് ചെയ്യുകയും ചെയ്തു. ഇനി നമുക്ക് ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് ഇട്ടതിന് ശേഷം നമുക്ക് ആ റിസൾട്ട് എന്നത് നമുക്കിവിടെ വന്ന് പ്രിന്റ് ചെയ്യിപ്പിക്കാം. അപ്പോൾ റിസൾട്ട് എന്ന് പ്രിന്റ് ചെയ്യിക്കുമ്പോൾ നമുക്ക് ഇതിന്റെ ഏറ്റവും അടുത്ത് വരുന്നത് ഏതാണോ, 30ന്റെ ഏറ്റവും അടുത്ത് വരുന്ന വാല്യൂ ഏതാണോ അത് നമുക്കിവിടെ വന്ന് പ്രിന്റ് ചെയ്ത് കാണിച്ചത്. അപ്പോൾ ഞാനിത് വേറൊരു രൂപത്തിലേക്കായിട്ട് മാറ്റി എഴുതുന്നുണ്ട്. നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. വേരിയബിളിന്റെ പേര് അറേ എന്ന് ചേർത്തു. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കുറച്ച് വാല്യൂ ആണ് ചേർത്ത് കൊടുത്തത്. ആദ്യത്തെ വാല്യൂ 5, 22, അതേപോലെ തന്നെ 19, 25, അതേപോലെ തന്നെ 34, ഇങ്ങനെ കുറച്ച് വാല്യൂസ് ചേർത്ത് കൊടുത്തു. ഇനി പുതിയൊരു വേരിയബിൾ നമ്മളിവിടെ ഡിക്ലെയർ ചെയ്തു. വേരിയബിളിന്റെ പേര് റിസൾട്ട്. ഇതിന് അറേന്റെ പേരാണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഡോട്ട് ഫൈൻഡ് ഇട്ടതിന് ശേഷം നമ്മളിവിടെ ഒരു എക്സ് എന്നുള്ളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. എക്സ് ഗ്രേറ്റർ ദാനോ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ എക്സ് ഗ്രേറ്റർ ദാൻ 20. ഈ 20ക്ക് ഏറ്റവും അടുത്ത് വരുന്ന വാല്യൂ, അതായത് ഇതിന്റെ മുകളിൽ വരുന്ന വാല്യൂ ആയിരിക്കും നമുക്കിവിടെ പ്രിന്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ 30 കൊടുത്തതെങ്കിൽ നമുക്ക് ഇതിന്റെ ആൻസർ നമുക്ക് 34, അതായത് 30ന്റെ മുകളിൽ വരുന്ന വാല്യൂ ഏതാണോ അതായിരിക്കും നമുക്കിവിടെ വന്ന് പ്രിന്റ് ചെയ്യുക. ഇവിടെ നമ്മൾ 18 കൊടുക്കുന്നതെങ്കിൽ 18ന്റെ മുകളിൽ നേരെ മുകളിൽ വരുന്ന വാല്യൂ ഏതാണോ അതായിരിക്കും നമുക്കിവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് വരിക. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് കൊടുക്കുന്ന കണ്ടീഷൻ അടിസ്ഥാനത്തിൽ, അതായത് ഏതാണോ നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ ഏറ്റവും അടുത്ത് വരുന്ന വാല്യൂ ഏതാണോ അത് നമുക്ക് പ്രിന്റ് ചെയ്ത് വരാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഫൈൻഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.